ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ എൻ്റെ ആത്മീയ ഗുരു ഞങ്ങളെ വചനം പ്രസംഗിക്കാൻ പഠിപ്പിക്കുന്ന സമയം വളരെ താക്കീത് ചെയ്ത് കർശനമായി നിർദ്ദേശം നൽകി പഠിപ്പിക്കുന്നൊരു പ്രധാന വിഷയമാണ് നിങ്ങൾ ആരെയും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ എന്താണോ പ്രസംഗിക്കുന്നത് ആ വിഷയം നിങ്ങൾ പാലിക്കുന്നവരായിരിക്കണം. നിങ്ങൾ പാലിക്കാത്ത ഒരു വിഷയം നിങ്ങൾ പ്രസംഗിക്കാൻ പാടില്ല. കാരണം കള്ള് കുടിക്കുന്ന ഒരു വ്യക്തിക്ക് കള്ള് കുടിക്കരുതെന്ന് ഉപദേശിക്കാൻ അവകാശമില്ല. വ്യഭിചാരത്തിലും മറ്റുള്ള മോഹങ്ങളിലും നടക്കുന്ന വ്യക്തിക്ക് അത് നീ വ്യഭിചാരം ചെയ്യരുത്, മറ്റുള്ള കാര്യങ്ങൾ ഇടപെടരുതെന്ന് പറയാൻ അവകാശമില്ല. അതുകൊണ്ട് നീ എന്ത് പ്രസംഗിക്കുന്നുവോ, പ്രസംഗിക്കുന്ന വ്യക്തി പാലിക്കാത്ത ഒരു വിഷയം പ്രസംഗിച്ചാൽ അതിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കണം. ഒരുവനെ ഫോഷാന്ന് വിളിച്ചാൽ പോലും ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന വേദി, ദൈവത്തിൻ്റെ വചനവേദി വിശുദ്ധമാണ്. അവിടെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാതെ നീ മറ്റുള്ളവരുടെ കൽപ്പന പാലിക്കണമെന്ന് പറഞ്ഞാൽ നിനക്ക് ശിക്ഷയായി കിടക്കുമെന്ന് കർത്താവ് പറയുക. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പുറമേ നിന്നുള്ള വിധിയാണ് കൂടുതൽ. ഒരുപക്ഷെ നീതിമാനായിരിക്കും, നീതിയുടെ വഴിയിലൂടെ നടക്കുന്നവരായിരിക്കും, സത്യസന്ധമായ വഴിയുടെ പോകുന്നതായിരിക്കും. പക്ഷേ നിനക്കെതിരെ അപരാധങ്ങൾ പറയും. പുറമേ നിന്നുകൊണ്ട് അവൻ മോശക്കാരനാണ്, അല്ലെങ്കിൽ അവൾ മോശക്കാരനാണ്, അവൾ മോശക്കാരിയാണ്, ഇതൊക്കെ പറയും. നമ്മൾ ചെയ്യാത്തത് മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കും. അങ്ങനൊരു സ്വഭാവമുണ്ട്. അത് പുറമേ നിന്ന് വിധിക്കുന്നതാണ്. അതിന്ന് ആത്മീയ മേഖലയിലാണ് ഒരുപാടുള്ളത്. ആത്മീയ മേഖലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുവൻ തെറ്റ് ചെയ്താൽ ആത്മീയ മക്കളെ മുഴുവനായി വിധിക്കുന്ന ഒരു രീതി ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവ് പറയും, നീ പുറമേ കണ്ടിട്ട് വിധിക്കരുത്, നീ അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമുക്കറിയാം, 1 സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരി, ഹന്നയ്ക്ക് മക്കളില്ലാതെ അവൾ വളരെ വേദനിക്കുന്നുണ്ട്. ഈ മക്കളില്ലാതെ വേദനിക്കുന്ന സമയത്ത് അവിടെ അനിയത്തിയൊക്കെ അവൾ മച്ചി എന്നൊക്കെ വിളിച്ചും മറ്റുള്ള മക്കളില്ലാത്തതിൻ്റെ പേരിൽ അപരാധങ്ങൾ പറഞ്ഞു കളിയാക്കുന്ന ഒരു മേഖലയുണ്ട്. അവിടെ ഭർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ ഉത്തമനല്ലേ എന്നൊക്കെ പറഞ്ഞു അവളെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഒരു കുഞ്ഞിനെ വേണം എന്നുള്ള അതിയായ ആഗ്രഹം അവളുടെ ഉള്ളിൽ ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ട് അവളുടെ ഭർത്താവ് പറഞ്ഞിട്ടും അവളതൊന്നും കാര്യമാക്കാതെ അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി നിലവിളിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി നിലവിളിക്കുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയുണ്ട്. കണ്ടു നിൽക്കുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല, അവിടുത്തെ പുരോഹിതനാണ്, ഏലി പുരോഹിതൻ ഹന്ന ഇത് നിലവിളിക്കുന്ന കാണുകയാണ്. എന്ന് വെച്ചാൽ ഇവളുടെ ചുണ്ട് അനങ്ങുന്നതേ ഉള്ളൂ. എന്താണ് ഇവൾ പ്രാർത്ഥിക്കുന്നത്, എന്താണ് ഇവൾ ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാകുന്നില്ല. പക്ഷെ അവൻ നോക്കി പുറമേ നിന്ന് നോക്കിയിട്ട് പറയുക, നിൻ്റെ മദ്യത്തിൻ്റെ കെട്ട് നീ അവസാനിപ്പിക്കുക, നീ ഒന്ന് ക്ലിയർ ആകുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൾ പറയുന്നുണ്ട്, ഞാൻ മദ്യപിച്ചിട്ടല്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയവേദന ഇറക്കി വയ്ക്കുക. അവൾക്കൊരു ഹൃദയവേദനയുണ്ട്, അവർക്ക് ഒരു കുഞ്ഞിന് വേണമെന്ന് ആഗ്രഹമുണ്ട്. ആ കുഞ്ഞിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഏലി പുരോഹിതൻ പറയുക, നീ രാവിലെ മദ്യപിച്ചിട്ടിരിക്കുക, നിന്റെ ലഹരി അവസാനിപ്പിക്കാൻ പറയുക. അപ്പോൾ എന്താണ് യഥാർത്ഥമായ സംഭവം? യഥാർത്ഥമായി നമ്മൾ കാണുന്നത് അവൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുക. മറ്റുള്ളവർ അവളെ അപവാദം പറയുമ്പോൾ, അവളെ മച്ചിന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ ഇവൾക്ക് ഒരു കുഞ്ഞിനെ വേണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൽ അവൾ ദൈവസന്നിധി നെടുവേർപ്പെടുമ്പോൾ അതെന്താണ് അവൾ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാതെ, എന്താണ് അവൾ കരയുന്നതെന്ന് അറിയാതെ പുറമേ നിന്ന് വിധിക്കുന്നത് നമ്മൾ കാണാൻ പറ്റും. ഇന്നും അതുപോലെ തന്നെ സഹോദരങ്ങളെ. ഇത് പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 3 മുതൽ തിരുവചനം വായിക്കുമ്പോൾ മറിയം നാർദീൻ തൈലം കൊണ്ട് കർത്താവിൻ്റെ പാദങ്ങൾ പുരട്ടുകയും അത് തലമുടി കൊണ്ട് തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അവൾ ഏതു മനോഭാവത്തിലാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ അവിടെ നിന്ന യേശുവിൻ്റെ ശിഷ്യന്മാരിലൊരുവനായ യൂദാസ് അവിടെ നിന്നിട്ട് പറയുക, ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തൂടായോ, ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം.
അവൾ എന്തു മനോഭാവത്തിലാണ് ചെയ്യുന്നത്, ആർക്കാണ് ചെയ്യുന്നത് എന്നുള്ള മനോഭാവമൊന്നും അവനിലില്ല. അവൻ നോക്കുമ്പോൾ ഇത് വിറ്റാൽ നല്ല വില കിട്ടും, അതുകൊണ്ട് ദരിദ്രർക്ക് കൊടുക്കാം എന്നവൻ ചിന്തിക്കുന്നുവെങ്കിലും തുടർന്നുള്ള വചനം പറയുന്നുണ്ട്, അവൻ കള്ളനായിരുന്നു. യുദാസ് കള്ളനായിരുന്നു. പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു. ആ പണസഞ്ചിയിൽ നിന്ന് പലപ്പോഴും അവൻ എടുത്തിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ വചനം ഇവിടെ എഴുതി വച്ചിരിക്കുക. വിശുദ്ധ വചനം എഴുതി വച്ചിരിക്കുന്നു, അവന് ജനത്തോട്, ഈ ദരിദ്രരോട് അനുകമ്പയുണ്ടായിട്ടല്ല. അവൻ കള്ളനായിരുന്നതുകൊണ്ടും അവൻ്റെ പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അവൻ പലപ്പോഴും അവൻ പണം എടുത്തിട്ടുള്ളത് കൊണ്ടും ആണ് അവൻ ഇത് പറയാനിടയെ തീർന്നത്. കാരണം ഇവൻ്റെ മേൽ 100 കുറ്റമിരിക്കെ പുറമേയുള്ള ഒരുവൻ്റെ ഒരു കുറ്റം നോക്കിയിട്ട് അത് വിധിക്കുക. അപ്പോൾ അവൾ ചെയ്യുന്നത് അവളുടെ ഏതു മനോഭാവത്തിലാണ്, ആർക്കാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് ഇവൻ കണ്ടില്ല, ഇവൻ മനസ്സിലാക്കിയില്ല. ഇവൻ പുറമേ നിന്ന് വിധിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റും. സഹോദരങ്ങളെ, ഇന്നും നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഇന്ന് നീതിയോടെ നടക്കുന്ന അനേക വ്യക്തികളുണ്ട്. നീതിയോടെ നടക്കുന്ന അനേക വ്യക്തികൾ, പക്ഷേ പുറമേ നോക്കുമ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് കുറവുകളുണ്ടാകും. ഈ പുറമേ നോക്കുന്നവർക്ക് കുറവുണ്ടാകും, പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ നീതിയോടായിരിക്കും. അങ്ങനെ നീതിമാനെതിരെ അപരാധങ്ങൾ പറഞ്ഞ് പരത്തുന്ന അനേക വ്യക്തികൾ ഇന്നുണ്ട്. വിശിഷ്യ ഞാൻ വീണ്ടും പറയുന്നു, ആത്മീയ മക്കൾക്കെതിരെ പോരാടുന്നവർ, ഇവർ അനേകരെ വഴിതെറ്റിച്ച് ദൈവഭാഗത്ത് നിന്ന് പോലും വഴിതെറ്റിച്ച് ആത്മീയ മേഖലയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്ന വ്യക്തികളും സമൂഹങ്ങളും ഇന്ന് സമൂഹത്തിൽ വളരെ ശക്തമായിരിക്കുക. നമ്മളിത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പുറമേ കാണുന്ന വിധിക്കരുത്. നീ സത്യസന്ധമായ കാര്യങ്ങൾ ഗ്രഹിക്കണം, മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ പറയുന്നിട്ട് വിധിക്കുന്നവരുണ്ട്. അവർ ഇതൊന്നും കാണുന്നില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, യഥാർത്ഥം എന്താണെന്ന് അവർക്കറിയത്തില്ല. പക്ഷെ പുറമേ കേൾക്കുന്നതനുസരിച്ച് വിധിക്കുന്നവരുണ്ട്. ദൈവനീതിയല്ല. ദൈവം പറയുന്നത് നീ കറക്റ്റായിട്ട് നീ അത് കണ്ട് മനസ്സിലാക്കി ഗ്രഹിച്ചതിന് ശേഷം അത് നീതിയോടെ നീ വിധിക്കാവൂ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ സൂസനെ കുറിച്ച് പറയുന്നുണ്ട്. സൂസനെ പ്രാപിക്കുവാൻ 2 വ്യക്തികൾ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവൾ നടക്കാത്തത് കൊണ്ട് അവൾക്കെതിരെ അപരാധങ്ങൾ പറഞ്ഞ് അവളെ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവൾക്കെതിരെ വിധി പ്രസ്താവിച്ചു. അവളെ ശിക്ഷയ്ക്ക് വിധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിരപരാധിയെ അപരാധിയാക്കിയ, യഥാർത്ഥത്തിൽ അവൾ നിരപരാധിയാണ്. പക്ഷേ 2 പേർ ചേർന്ന് അവൾക്കെതിരെ അപരാധങ്ങൾ പരത്തിയപ്പോൾ അവളെ തെറ്റായ 2 പേര് പറഞ്ഞത് അത് കറക്റ്റാണെന്നുള്ള ധാരണയിൽ കേട്ട കേൾവിയിൽ നിന്ന് ഒരു വിധി പ്രസ്താവിച്ചു. അവൾക്ക് ശിക്ഷ അവൾക്ക് വാങ്ങിക്കൊടുക്കുവാൻ തക്കനിടയെ തീർന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൾ ദൈവഭക്തയായതുകൊണ്ട് ഇവൾ ദൈവത്തിൻ്റെ സന്നിധി നിലവിളിച്ചു, ദൈവമേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ദൈവത്തിൽ നിന്ന് വിരോധമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല, എൻ്റെ കണ്ണുകൊണ്ടോ എൻ്റെ വിചാരം കൊണ്ടോ ഞാനൊരു തിന്മയും ചെയ്തിട്ടില്ല, പക്ഷേ ഇവരെനിക്കെതിരെ അപരാധങ്ങൾ പറയുന്നു. അങ്ങനെ അവൾ ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ദാനിയേൽ എന്ന പ്രവാചകനെ, ബാലനെ ഉണർത്തിയിട്ട് ഈ ന്യായാധിപ സംഘത്തിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട്, നിങ്ങൾ നീതിയോടാണ് വിധിച്ചത്, ഇവർ 2 പേരെ മാറ്റി നിർത്തിയിട്ട് പരസ്പരം 2 പേരെയും മാറ്റി നിർത്തിയിട്ട് ഓരോരുത്തരും വിളിച്ച് ചോദ്യം ചെയ്യാൻ പറഞ്ഞു. ഓരോരുത്തരെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർ 2 പേരും പറഞ്ഞത് വ്യത്യസ്തമായ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ വന്നപ്പോൾ യഥാർത്ഥമായ ന്യായാധിപന് മനസ്സിലായി ഇവർ സത്യസന്ധമായ അല്ല വിധിച്ചത്. പക്ഷേ അതുകൊണ്ട് ഈ അന്യായം പറഞ്ഞവർക്ക് ശിക്ഷ ലഭിക്കുവാൻ തക്കനിടയായി തീർന്നു. സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ഓർക്കണം, ഞാൻ പറഞ്ഞു പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കരുത്. 2 പറഞ്ഞു ഇവിടെ മറ്റുള്ളവർ പറഞ്ഞ് കേൾവിയിൽ നിന്ന് നീ വിധിക്കരുത്. അനേകരെ കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല, പക്ഷേ പറഞ്ഞ് കേട്ടിട്ട് വിധിക്കുന്നവരുണ്ട്. ആരെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ഒരു മനുഷ്യനെ ഞാൻ അത് കാണാറുണ്ട്. ഏത് ദൈവദാസനായിട്ട് ആ ദൈവദാസനെതിരെ ഒരു ചെറിയ ബലഹീനയുണ്ടെങ്കിൽ അത് വലുതായിട്ട് വ്യാഖ്യാനിച്ചു തിന്മയിലേക്ക് നയിക്കുന്ന ഒരു മേഖല ഞാൻ കാണാറുണ്ട്. പക്ഷെ ചില കുറവുകൾ കാണും, പക്ഷെ അതിനെ വലിയ സംഭവങ്ങളാക്കി മാറ്റി ചാനലിലൂടെ കയ്യടി വാങ്ങുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ദൈവത്തിൻ്റെ സന്നിധി നീതിയല്ല. കുറവില്ല. ദൈവം പറയുന്നു, ഒരുവൻ പോലും നീതിമാനില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുവനെയും വിധിക്കാൻ എനിക്ക് അവകാശമില്ല. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു, നിങ്ങൾ പുറമേ നിന്ന് വിധിക്കരുത്. 2 കേൾക്കുന്നതനുസരിച്ച് വിധിക്കരുത്.
അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വിധിക്കുന്നത് എങ്ങനെയായിരിക്കണം? കർത്താവിൻ്റെ സന്നിധിയിൽ അത് വളരെ വ്യക്തമായി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. നീ വിധിക്കുമ്പോൾ നീതിയോട് വിധിക്കണം. നീ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ചെയ്താലും, കർത്താവ് പറയുകയാണ്, നീ അങ്ങനല്ല വിധിക്കേണ്ടത്. നീ ദരിദ്രരോട് ധർമ്മിഷ്ഠതയോടും എളിയവരോട് നീതിപൂർവ്വം നീ വിധിക്കണം. ഇവിടെ പറയുന്നു, നീ കണ്ണുകൊണ്ട് കാണുന്നുണ്ടാകാം, കാതുകൊണ്ട് കേൾക്കുന്നുണ്ടാകാം. എളിയവരോട് നീതിപൂർവവും ദരിദ്രരോട് ധർമ്മിഷ്ഠതയോടും നീ വിധിക്കണം. ഈ പുറമേ കണ്ടിട്ട് വിധിക്കരുത്. പുറമേ കണ്ടിട്ട് വിധിച്ചാൽ ആ വിധി നമ്മുടെ മേൽ കിടക്കും. കർത്താവ് പറയുക, നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ അടുത്തവൻ്റെ കണ്ണിൽ കിടക്കുന്ന കരണ്ടെടുക്കാൻ നീ പോകരുത് എന്ന് വിശുദ്ധ വചനം വളരെ വ്യക്തമായി ഈ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 3-ാം തിരുവചനം പറയുക. നിന്റെ കണ്ണിലിരിക്കുന്ന തടിക്കഷ്ണമാണ്, അടുത്തവൻ്റെ കണ്ണിരിക്കുന്നത് ഒരു കരട് കണ്ടിട്ട് അതെടുക്കാനല്ല പോകേണ്ടത്. ആദ്യം നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് മാറ്റുക. അപ്പോൾ നിനക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് കർത്താവ് വീണ്ടും പറയുന്നത്, സംശയമുണ്ട്, എനിക്കത് കറക്റ്റാണോ, ഈ പറയുന്നത് കറക്റ്റാണോ, അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ നിനക്കൊരു മനോഭാവം ഉണ്ടാകണം. ആ അറിവിൽ നീ വിധിക്കണം. എന്നാൽ നിന്റെ വിധി കറക്റ്റായിരിക്കും. സംശയത്തോടെ നീ വിധിക്കരുത്. നീ അത് മനസ്സിലാക്കിയിട്ടേ നീ വിധിക്കാവുന്ന വിശുദ്ധ വചനം പറയുന്നുണ്ട്. ഇസഹാക്ക് പറയാ, മകനെ ഞാൻ നിന്നെ ഒന്ന് സ്പർശിച്ചു നോക്കട്ടെ, നീ എൻ്റെ മകൻ ഏസാവാണോ നീ നോക്കട്ടെ. അപ്പം അവൻ തടവി നോക്കിയപ്പോൾ യാക്കോബ് പറ്റിക്കാൻ വന്നിരിക്കുക. ഏസാവിന് ഒരു ശരീരത്തിൽ രോമമുണ്ട്, ശരീരത്തെ സ്പർശിച്ച് നോക്കി, രോമമുണ്ട്. എന്നിട്ട് പറയുക, നിന്റെ സ്വരം കേട്ടാർക്ക് യാക്കോബിൻ്റെതാണെന്ന് തോന്നുന്നു. 24-ാം വാക്യം വളരെ വ്യക്തമായി പറയുക, സത്യമായും നീ എൻ്റെ മകൻ ഏസാവ് തന്നെയാണോ എന്ന് ഇവൻ ചോദിക്കുന്നു. പക്ഷെ യാക്കോബ് അതേന്ന് പറഞ്ഞ് അവനെ പറ്റിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അവൻ കപടതയിലൂടെ അന്യായം പറഞ്ഞ് അവൻ അനുഗ്രഹം പ്രാപിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. സത്യസന്ധമായി സംശയത്തോടെ ഒരു കാര്യവും നീ വിധിക്കരുത്. എല്ലാ കാര്യങ്ങളും നീ അനുഗ്രഹിക്കുമ്പോഴായാലും നീ ഏത് പ്രവൃത്തി ചെയ്താലും നീ അതിനകത്ത് സത്യസന്ധമായ കാര്യം നോക്കണം. അത് വ്യക്തമായി നീ മനസ്സിലാക്കിയിട്ടേ നീ ചെയ്യാവൂ. അല്ലെങ്കിൽ നീ വിധിക്കുന്ന വിധി നിന്റെ മേലും കിടക്കും. യാക്കോബ് അപ്പനെ പറ്റിച്ചു, യാക്കോബിനെ തൻ്റെ മക്കളും പറ്റിക്കാനിടയായി തീർന്നു. നമ്മൾ തെറ്റായ പ്രബോധനങ്ങളിലേക്ക്, തെറ്റായ ഉപദേശങ്ങളിലേക്ക്, തെറ്റായ കാര്യങ്ങളിലേക്ക് ഒന്നും ചെയ്യരുത്. ഒന്ന് ഞാൻ പറഞ്ഞു, പുറമേ കണ്ടുകൊണ്ട് നീ വിധിക്കരുത്. 2 കേൾവിക്കനുസരിച്ച് വിധിക്കരുത്. 3 പറയുകയാണ്, സംശയത്തോടെ വിധിക്കരുത്. പക്ഷേ നീ വിധിയെല്ലാം സത്യസന്ധമായിരിക്കണം. യെശയ്യായുടെ പുസ്തകം പറയുക, നീ ദരിദ്രരോട് ധർമ്മിഷ്ഠതയോട് എളിയവരോട് നീതിപൂർവ്വം നീ വിധിക്കണം. അല്ലാതെ വരുന്നതെല്ലാം കപടതയാണ്. കപടതയിലുള്ളത് നീ അനേകരെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുക. 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനം പറയാം, ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു നിന്ന വ്രണം പോലെയാണ്. ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഭക്തിരഹിതരായ, ദൈവഭക്തി ഇല്ലാത്തവർ, ദൈവദൂഷണം പറയുന്നവർ, ദൈവമക്കൾക്കെതിരെ പറയുന്നവർ, ലോകത്തിനെതിരെ പറയുന്നവർ, അന്യായമായി വിധി പ്രസ്താവിക്കുന്നവർ, നീതിമാനെതിരെ സംസാരിക്കുന്നത്, അപരാധിയാക്കുന്ന മക്കൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അവരെക്കുറിച്ച് പറയുന്നത് ഭക്തിരഹിതരുടെ സംസാരം അനേകരെ വഴിതെറ്റിച്ചു കൊണ്ടുപോകും. അത് കാർന്നു നിന്ന വ്രണം പോലെയാണ്. അതുകൊണ്ട് നീ വിധിക്കുമ്പോൾ നീ സത്യസന്ധമായി ക്രിസ്തുവിന് അനുയോജ്യമായ വിധി പ്രസ്താവിക്കണം. അല്ലെങ്കിൽ നീ വിധിക്കുന്ന വിധിയാൽ നിന്നെയും വിധിക്കപ്പെടും എന്ന് വിശുദ്ധ വചനം പറയുക. നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ അവരുടെ കണ്ണിലെ കരടെടുക്കാൻ നീ പോകരുത്. ആദ്യം നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് മാറ്റുക. അപ്പോൾ നിനക്ക് വ്യക്തമായി കാണുവാൻ ഇടയായി തീരും. നമ്മൾ അന്യായമായി ഒരു വിധി പ്രസ്താവിച്ചാൽ ആ വിധി നിന്റെ ശിരസ്സിൻ്റെ മേൽ കിടക്കും.
കർത്താവിൻ്റെ രണ്ടാമത്തൊരു വരവുണ്ട്. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാനായിട്ടൊരു വരവുണ്ട്. ആ വരവിൽ വാനമേഘങ്ങൾ വരുമ്പോൾ നിന്റെ പ്രവർത്തിക്കനുസരിച്ചുള്ള വിധി നിനക്ക് ഉണ്ടാകും. സഹോദരനെ പോഷാന്ന് വിളിച്ചാൽ നിനക്ക് ഒരു ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്ന് പറയാനുണ്ട്. നിങ്ങൾ കാണുന്നതനുസരിച്ച് വിധിക്കരുത്, കേൾക്കുന്നതനുസരിച്ച് വിധിക്കരുത്, സംശയത്തോട് വിധിക്കരുത്. നീ സത്യസന്ധമായി വിധിക്കണം. സത്യസന്ധമായി വിധിക്കുമ്പോൾ നീ കണ്ണുകൊണ്ട് കണ്ടാലും കാതുകൊണ്ട് കേട്ടാലും നീ ദരിദ്രരോട് ധർമ്മിഷ്ഠതയോടും എളിയവരോട് നീതിയോടും വിധിക്കണം. എപ്പോഴും നിന്റെ അധരത്തിൽ തിന്മ നിരൂപിക്കരുത്. നീ വിധിക്കുന്ന വിധി നിന്റെ മേൽ കിടക്കുമെന്ന് നീ ഓർത്തുകൊള്ളണം. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം പറയുക, വിലകെട്ട പറയാതെ സൽവചനങ്ങൾ പറഞ്ഞാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലാക്കി മാറ്റും. നീ ഇന്ന് വരെ അലക്ഷ്യമായ വാക്കുകളും ലോകത്തിൻ്റെ തിന്മകളൊക്കെ നിരൂപിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ അതിൽ നിന്നും മാറി നിൻ്റെ വാക്കുകൾ ആ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് നിൻ്റെ അലക്ഷ്യമായ വാക്കുകളും മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവമൊക്കെ കളഞ്ഞിട്ട് എല്ലാവരിലും നന്മ കണ്ട് എല്ലാവരിലും നന്മ കാണാൻ നിനക്ക് ഇടയാകണം. നിൻ്റെ കണ്ണുകൊണ്ട് നല്ലത് കാണാൻ, ഒരു വ്യക്തിയെക്കുറിച്ച് നല്ലത് പറയാൻ നിൻ്റെ ആദരത്തിന് നീ വിട്ടുകൊടുക്കണം. അപ്പോൾ കർത്താവ് പറയുക, നീ വിലകെട്ട പറയാതെ സൽവചനങ്ങൾ പറഞ്ഞാൽ നിൻ്റെ നാവ് ദൈവത്തിൻ്റെ നാവ് പോലാക്കി മാറ്റാമെന്ന് ദൈവം പറയുക. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ നാവായി മാറണോ? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15-19 പാലിക്കുവാൻ തയ്യാറായാൽ മതി. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ആരെയും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും. അതുകൊണ്ട് എനിക്ക് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കണം. എനിക്ക് ക്രിസ്തുവിൻ്റെ നാവ് വേണം. ഞാൻ പറയുന്നത് നീതിയുള്ള കാര്യമായിരിക്കണം. ഇനി ഞാൻ തിന്മയ്ക്ക് എൻ്റെ നാവിന് വിട്ടുകൊടുക്കത്തില്ല. ഞാൻ കാണുന്നതനുസരിച്ച് വിധിക്കത്തില്ല. ഞാൻ കേൾക്കുന്നതനുസരിച്ച് വിധിക്കത്തില്ല. ഞാൻ സംശയത്തോടെ ആരെയും വിധിക്കത്തില്ല. ഞാൻ സത്യസന്ധമായി കാര്യങ്ങൾ പറയും, സത്യസന്ധമായ വിധി നടപ്പാക്കും എന്നൊരു തീരുമാനമെടുത്താൽ ഞാൻ പറയുന്നു, ഈ കേൾക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാകാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.